ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് മൈലേജ് ടെസ്റ്റ് ആണ്. മൈലേജ് ടെസ്റ്റ് പറഞ്ഞതിന് മുന്നേ ഞാൻ എത്തനോൾ ടെസ്റ്റ് ചെയ്തിരുന്ന നയാര ജിയോ SP പമ്പുകളുടെ മൈലേജ് ടെസ്റ്റ് ആണ്. മൈലേജ് ടെസ്റ്റ് കാണിക്കുന്നത് ഞാൻ എപ്പോഴും ഒരിക്കലും ഈ ഒരു വണ്ടിയുടെ മൈലേജ് അല്ല നോക്കുന്നത്. അതേമാതിരി ഇൻസ്ട്രുമെന്റിലെ അളവ് മൈലേജ് ടെസ്റ്റർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അതിൽ ML 50 ml എന്നുള്ള കറക്റ്റ് ആയിക്കോളണമെന്ന് പിന്നെ ഒരു ഉറപ്പില്ല. ചിലപ്പോൾ ഇൻസ്ട്രുമെന്റിൽ മാറ്റം ഉണ്ടാവും. പക്ഷെ എന്നിരുന്നാലും ഞാൻ 50 ml എന്നുള്ള അതിൽ അടിച്ച മാർക്ക് ഉപയോഗിച്ച് സെയിം ക്വാണ്ടിറ്റി പെട്രോൾ ഉപയോഗിച്ചാണ് 3 വണ്ടികൾ ഓടിക്കുക. അല്ല 3 പെട്രോളും ഉപയോഗിച്ചിട്ടാണ് മൈലേജ് ടെസ്റ്റ് നടത്തുന്നത്. ഈ മൈലേജിൽ എത്ര ഏത് പെട്രോൾ ഉപയോഗിച്ചാണ് ആ ഒരു അതിൽ നിലവിൽ മെഷർമെന്റ് അളവ് വെച്ചിട്ട് ആ ഒരു മാർക്ക് വെച്ചിട്ട് ആ ഒരു സെയിം ക്വാണ്ടിറ്റി പെട്രോൾ വെച്ചിട്ട് ഏത് വണ്ടിയാണ് ഏത് പെട്രോളാണ് കൂടുതൽ ഓടുന്നത് എന്നുള്ളതാണ്. അത് ഒരിക്കലും മൈലേജ് ടെസ്റ്റ് ആയിട്ട് നിങ്ങൾ കണക്കാക്കരുത്. ഒരു വണ്ടിയുടെ 56-66 കിലോമീറ്റർ മൈലേജ് ഉണ്ട്, 70 കിലോമീറ്റർ മൈലേജ് ഉണ്ട്, റോയൽ എൻഫീൽഡ് ഒരിക്കലും അത് പോസിബിൾ അല്ല. അപ്പൊ അതുകൊണ്ട് മെഷർമെന്റിൽ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ ആ ഒരു പിന്നെ ഒരു ബോട്ടിൽ എന്തെങ്കിലും ചെറിയ മെഷർമെന്റിന്റെ പിന്നെ ഓരോ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് വല്ലതും ഉണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കും. അപ്പൊ അതുകൊണ്ട് ആ ഉള്ള അളവിൽ 50 ml പെട്രോൾ എല്ലാ വണ്ടിയിലും ഉപയോഗിച്ചിട്ട് ഏറ്റവും ലോങ് ആയിട്ട് ഏത് വണ്ടിയാണോ ഓടുന്നത്, ഏത് പെട്രോളാണോ ഓടുന്നതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാം, നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ബോധ്യപ്പെടും. ഓക്കെ, ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ തൊട്ട് മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു. നയാര, അതുപോലെ തന്നെ HP, ജിയോ എന്നീ 3 പെട്രോൾ എത്രത്തോളം എത്തനോൾ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഈ 3 പെട്രോൾ വെച്ചിട്ട് ഒരു UCE ക്ലാസിക് BS3 ഞാൻ മൈലേജ് ടെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ കുറച്ച് ഇരുട്ടായിട്ടുണ്ട്, പകൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ വർക്കിൻ്റെ തിരക്കിലായതുകൊണ്ട് രാത്രിയിൽ എടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ലാഗ് കാര്യങ്ങൾ സ്ലോ ഒക്കെ ഉണ്ടാകും, കാരണം നിങ്ങൾ യഥാർത്ഥ റിസൾട്ട് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള എൻ്റെ ലക്ഷ്യം. അതേമാതിരി വളരെ ഇതിൽ ഹൈപ്പൊന്നും കൊടുത്തൊരു വീഡിയോ ചെയ്യുന്ന എനിക്കിൻ്റെ ഒരു സ്വഭാവമല്ല. അപ്പോൾ റിയലായിട്ടുള്ള കാര്യം റിയലായിട്ട് പറയാം. അപ്പോൾ ചെറിയൊരു ലാഗും ചെറിയ സ്ലോ ഒക്കെ ഉണ്ടാവും, അതൊന്ന് ക്ഷമിക്കാൻ. അറിവ് ആഗ്രഹിക്കുന്ന ആളുകൾ വീഡിയോ മുഴുവനായിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഞാൻ നോക്കാം. മൊബൈലിലായിട്ട് നോക്കാം, ഒരു മിനിറ്റ് മീറ്ററിലേക്ക് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു 50 ml പെട്രോൾ ഉപയോഗിച്ചാണ് ഞാൻ ടെസ്റ്റ് ചെയ്യുന്നത്. അതിന് ലോങ് ഓടാൻ കഴിയുന്നില്ല. 100 ml കുറച്ച് കിലോമീറ്റർ ഓടേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാവുമല്ലോ. നോക്കുക, 110.1 ഇതിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് 2.5 കിലോമീറ്റർ ഒരു 50 ml പെട്രോൾ എല്ലാ വണ്ടികളും 50 ml പെട്രോൾ ഒരു ഹൈവേയിൽ ഉപയോഗിച്ചാണ് ഞാൻ ഈ വണ്ടി ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തന്നെ ഞാൻ പെട്രോൾ എടുക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് HP പെട്രോളാണ് കേട്ടോ. നമുക്ക് നോക്കാം. 50 ml പെട്രോളാണ് എടുത്തത് കേട്ടോ. കറക്റ്റ് 50 ml പെട്രോളാണ്. നോക്കുക, ഈ 50 ml പെട്രോൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇത് മാക്സിമം പൊക്കി വെക്കട്ടെ, എന്നാലേ ശരിക്കും ഊർന്ന് പോവുള്ളൂ. ഇതെടുത്തോ. അപ്പോൾ 110.1 കേട്ടോ. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്. അത് ഇതിലെ പെട്രോൾ സ്റ്റാർട്ട് ചെയ്ത് തീർത്തതാണ്. ഞാൻ അത് ഓൺ ചെയ്യാൻ പോവാണ്. നോക്കുക, ഓൺ ചെയ്തു. സ്റ്റാർട്ട് ചെയ്തു.
അപ്പോൾ നോക്കുക, 112.9 ഇതിൽ നമുക്ക് കിട്ടിയേക്കുന്ന ഇത് കേട്ടോ. 110.1 ആയിരുന്നു, 112.9, 112.9. ആ 112.9 ആകുമ്പോൾ 2.8 അല്ലേ, 2.8 അല്ലേ, അപ്പോൾ 28 അപ്പോൾ 100 ആകുമ്പം 56. അപ്പോൾ 56 കിലോമീറ്ററാണ് ശരിക്കും നമ്മുടെ HP-യുടെ വണ്ടി മൈലേജ് ഉള്ളത്. നോക്കട്ടോ, 56 കിലോമീറ്ററാണ്. ഞാനത് ഹൈവേയിലാണ് ഓടിച്ച്, ചെറിയൊരു കയറ്റുണ്ടൊക്കെ ടോപ്പ് ഗിയറിൽ 60 സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്താണ് വന്നത്. നോക്കുക, മീറ്റർ ശരിക്കും നോക്കുക, ബ്രേക്ക് കാര്യങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ 60 സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്താണ് വന്നത്. ഞാനിപ്പോൾ ഇവിടെ എത്തിയേക്കുന്ന പോയിൻ്റ്, ഞാനിവിടെ പോയിൻ്റ് ചെയ്യാം കേട്ടോ, എന്തെങ്കിലും ഒന്ന് വെച്ച് പോയിൻ്റ് ചെയ്യാം. നോക്കുക, കിലോമീറ്റർ മാത്രമല്ല, ഞാൻ തിരിച്ച് അങ്ങോട്ട് തന്നെ പോവുകയാണ്. അവിടെ നിന്ന് തന്നെയാണ് തിരിച്ചിങ്ങോട്ട് വീണ്ടും വരാൻ പോകുന്നത് കേട്ടോ. എന്നാലും കറക്റ്റായിട്ട് തരാൻ പറ്റില്ല, കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഏതായാലും നമുക്ക് അതും കൂടെ നോക്കാം. തിരിച്ച് അവിടെ പോയതിന് ശേഷം അടുത്ത പെട്രോൾ അടുത്ത് ഞാൻ ചെയ്യുന്നത് നേരെയാണ് ഏറ്റവും കൂടുതൽ എത്തനോൾ കുറഞ്ഞ പെട്ടെന്ന് എൻ്റെ ടെസ്റ്റിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് ടെസ്റ്റിൽ മനസ്സിലായത് നേരെയാണ്. അപ്പോൾ ഞാൻ അടുത്ത ഇതിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നേരിൻ്റെ പെട്രോൾ 50 ml വെച്ചിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത് നേരിൻ്റെ പെട്രോളാണ് കേട്ടോ. ഇപ്പോൾ വാങ്ങിച്ചതല്ലേ, ഇതാണ് നേരിൻ്റെ പെട്രോൾ. ഞാൻ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഇട്ടാൽ തിരിച്ച് വന്നിട്ട് അതിൽ കാർബറേറ്ററിൽ പെട്രോൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇത് സ്റ്റാർട്ടിങ്ങിൽ ഇട്ടത്. ഇതാണ് അല്ലേ 50. നോക്കുക, കറക്റ്റ് 50 ml. ഓക്കെ, 50 ആയിട്ടുണ്ട്. ഇനി വണ്ടി ഒന്ന് ഐഡ്ലിങ്ങിലിട്ടത്. അപ്പോൾ കാർബറേറ്ററിൽ ഓഫ് ചെയ്തതിന് ശേഷം പെട്രോൾ ഇതിനെ തിരിച്ച് ഒഴിച്ചതിന് ശേഷമാണ് തിരിച്ച് വന്നിരുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്നാ ഈ കാരാപ്പറമ്പ് എന്ന് പറഞ്ഞ ബോർഡ് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് പെട്രോൾ ഫസ്റ്റ് തുടങ്ങിയിരുന്നത്. അതേ സ്പോട്ടിലേക്ക് തിരിച്ച് അങ്ങോട്ട് തന്നെ പോവാണ്. ഓഫാണ് വണ്ടി. ഇതാ ഓഫായിട്ടോ, കിലോമീറ്റർ മൊബൈൽ ഓഫ്. അപ്പോൾ ഇതിൽ നമ്മൾ BS3 വണ്ടി, BS3 ക്ലാസിക് എത്രത്തോളം മൈലേജ് ഉണ്ടെന്നുള്ള മനസ്സിലാക്കാനുള്ള കഴിയും കേട്ടോ നമുക്ക്. ഒരു മിനിറ്റ്, ഇത് 0 ആക്കണം, ഒരു മിനിറ്റ്. അപ്പോൾ 115.8 ഉള്ളത്. നോക്കുക, 56 കിലോമീറ്ററാണ് നമുക്ക് HP-യുടെ ഇത് കിട്ടിയത്. ഇത് നോക്കട്ടോ, 115.8. അപ്പം ഞാൻ ഓടിക്കാൻ പോകുന്നത് കറക്റ്റ് അതേ ചെറിയൊരു അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ ഉള്ള റോഡാണ്. അപ്പോൾ അതേ റോഡിൽ ഗിയർ ഡൗൺ ചെയ്യാതെ 60 സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് ഓടുന്നത്. ഞാനിപ്പോൾ കിലോമീറ്ററിനേക്കാളും കൂടുതലായിട്ട് ഞാൻ കൺസെൻട്രേറ്റ് ചെയ്യുന്ന ആ പോയിൻ്റ് ടു പോയിൻ്റാണ്. അപ്പം ഞാൻ ഈ പോയിന്റിൽ നിന്നാണ് ആ വണ്ടി HP പെട്രോൾ ഉപയോഗിച്ചിട്ട് ഓടി ആ ഒരു പോയിന്റിലേക്ക് എത്തിയത്. ആ പോയിന്റിലാണ് ഇത് എത്തുന്നതെന്നുള്ളതാണ് അപ്പോൾ നോക്കുന്നത്. എന്നാൽ അതിൻ്റെ കൂടെ മൈലേജ് കൂടെ നോക്കാൻ മതി. മൈലേജ് ഓരോ പെട്രോൾ വെച്ച് ചെക്ക് ചെയ്യാണ്. ഏതാ പെട്രോൾ നല്ലത് നോക്കാൻ.
രണ്ടാമത്താ ഇനി വരെ ഒന്നുകൂടെ വരാണ്ട്. ഓക്കെ, കുറച്ച് ചോദിച്ചതാണ് എന്താണ് ചെയ്യുന്നതെന്നുള്ളത്. അതിൻ്റെ ആൻസർ ഞാൻ പറഞ്ഞു കേട്ടോ. ഞാൻ ബ്രേക്കിൽ കാലേ വെച്ചിട്ടില്ല കേട്ടോ. അങ്ങോട്ട് പോകണ സമയത്ത് ബ്രേക്കിൽ കാല് വെച്ചിട്ടില്ലായിരുന്നു. ഇവിടെ നിന്നാണ് ഹിറ്റ് ഗിയർ ഇട്ടിരുന്നത്. ഞാൻ ഇവിടെ നിന്ന് ഹിറ്റ് ഗിയർ ഇടുന്നത്. ഓക്കെ, ഇനി ഇത് അടുത്ത ലെവലാണ്. അപ്പം നയാര എച്ച്.പി.യേക്കാളും കൂടുതൽ മൈലേജിൽ മുന്നിട്ട് നിൽക്കുമെന്നുള്ളതൊക്കെ നോക്കുന്നുണ്ടോ. സ്പീഡാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പം നമ്മുടെ പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതായിരുന്നു നമ്മുടെ പോയിന്റ്. ഈ പോയിന്റ് കവർ ചെയ്ത് പോകുന്നെന്നാ പറയാം. നമ്മുടെ പോയിന്റ് കവർ ചെയ്ത് പോയി. ഇതാണ് പോയിന്റ്. ഇപ്പോൾ ഓഫായിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴാണ് ഓഫായത്. ഓക്കെ, അപ്പം 119 ടോർച്ച് ഒന്ന് എടുക്കാം. ഒരു മിനിറ്റ്, മൊബൈൽ ടോർച്ച് ഒന്ന് എടുക്കട്ടെ. ഇത് കറക്റ്റ് കാണുന്നില്ല. 119.1 ഓക്കെ, 119.1 കിട്ടിയത് കേട്ടോ. അപ്പോൾ ഏതായാലും എച്ച്.പി.യേക്കാളെ കുറച്ച് കൂടുതൽ മൈലേജ് നമുക്ക് നേരെ കിട്ടിയിട്ടുണ്ട്. എത്രയെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. 3.3 കിട്ടിയത്. അതായത് ഒരു 100 പെട്രോളിന് 6.6 66 കിലോമീറ്ററാണ് നയാര പെട്രോൾ കിട്ടിയത്. മറ്റേ 2.8 56 കിലോമീറ്റർ, 10 കിലോമീറ്ററിൻ്റെ മാറ്റം പെർ ലിറ്ററിൽ നയാര ഇപ്പോൾ എൻ്റെ രീതിയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. 10 കിലോമീറ്റർ മാറ്റമൊന്നും ഉണ്ടാവുമെന്ന് അറിയില്ല. ഏതായാലും ഇപ്പം ഞാനിപ്പോൾ ഓടിച്ചതിലും കിട്ടിയിരിക്കുന്നത് 10 കിലോമീറ്ററിൻ്റെ മാറ്റമാണ്.
അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. അടുത്തത് എല്ലാവരും ഹൈപ്പ് കാണിക്കുന്ന ഒരു പെട്രോളാണ് ജിയോ. ഞാൻ അതാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മൂന്നാമത് ജിയോൻ്റെ പെട്രോൾ ടെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കുന്ന സെയിം ബോർഡിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. കരാപ്പറമ്പ് എന്നുള്ള ബോർഡിൻ്റെ അടുത്ത് തന്നെയാണ്. ഞാനിതാ പെട്രോൾ ഒഴിക്കാൻ പോവാണ്. ആ മൊബൈൽ ലൈറ്റ് ഒന്ന് അടിക്കും. അപ്പോൾ നമുക്ക് ജിയോ ആണ് എല്ലാവരും ഹൈപ്പൊക്കെ. നല്ല മുമ്പൊക്കെ റിലയൻസിൻ്റെ പെട്രോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര കാര്യമായിരുന്നു റിലയൻസ് ഇറങ്ങിയ സമയത്ത്. അപ്പോൾ ഇപ്പം എങ്ങനെയാണെന്നുള്ളത് എനിക്ക് ടെസ്റ്റ് ചെയ്തെടുത്തോളം വലിയതൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാൻ ജിയോൻ്റെ പെട്രോൾ ഉപയോഗിക്കുന്ന ആളല്ല കേട്ടോ. കാരണം നമ്മൾ നിയറസ്റ്റ് ആയിട്ട് ജിയോ അല്ല. ഞാൻ നിയറസ്റ്റ് ആയിട്ട് ഏതാ ഉള്ളത് ചെയ്യാറാണ് പതിവ്. ഞാൻ പെട്രോൾ നോക്കാറില്ലായിരുന്നു. എനിക്കിങ്ങനെ സ്വന്തമായിട്ട് മൈലേജ് കുറച്ച് കുറഞ്ഞ് ഓരോ പെട്രോൾ അടിക്കുമ്പോൾ മൈലേജ് കുറവ് തോന്നുന്ന അടിസ്ഥാനത്തിൽ ഒന്ന് ചെക്ക് ചെയ്യാൻ പേഴ്സണലായിട്ട് തോന്നിയതാണ്. അതാണ് അപ്പോൾ ചെയ്യുന്നത്. ഇവിടെയല്ലേ 50 കുറച്ച് കൂടിയിട്ടുണ്ടെന്നൊക്കെ. എന്നിട്ട് കൂടിയോ? ഓക്കെ, റെഡിയാ. അപ്പോൾ 50 പെട്രോള്. അപ്പോൾ ചെറിയ പോയിൻ്റൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരാം, വലിയ മാറ്റം. അപ്പം 122.4 എത്തിയിട്ടില്ല, കുറച്ചുകൂടെ ഉണ്ട്. അപ്പോൾ 122.4 ഇതിൽ കാണുന്നത്. നോക്കുക, ആ ലൈറ്റൊന്നും അടിച്ച് കാണിച്ചെടുത്തോ. അപ്പോൾ നിങ്ങൾ തന്നെ ഞാനിപ്പോൾ കൂട്ടുന്നതൊക്കെ അറിയാം. ഞാനിപ്പോൾ ഏകദേശം ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്ലസിനൊക്കെ ഒരു കൂട്ടലും കീക്കലോ മാറ്റി കാരണം നിങ്ങൾ തന്നെ തിരുത്തുക കേട്ടോ. കാരണം ഞാനിപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ചാണ് ചെയ്യുന്നത്. 122.4. അപ്പം നമ്മൾ ആ കറക്റ്റ് പോയിന്റിൽ നിന്നാണ് ചെയ്യുന്നത്. ഒരു മിനിറ്റ് പെട്രോൾ ഒന്നുകൂടി കറക്റ്റാണ് നോക്ക്. എനിക്ക് ഒരു ഡൗട്ട് കൂടുതൽ ഒഴിച്ചോ എന്നുള്ളത് ഞാൻ ഒന്ന് കൺഫേം ചെയ്യട്ടെ കേട്ടോ. പെട്രോള് ഈ 50 മാർക്ക് ഇവിടെ ഇതല്ല. റെഡിയല്ലേ? ആ റെഡിയാ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണേ. തുറന്നിട്ടില്ല, തുറക്കുകയാണ്. ഇറങ്ങി. ഓക്കെ, 2 വണ്ടി ഒരു ട്രാഫിക് ഇല്ലാതെയാണ് അവിടെ എത്തി കേട്ടോ. അതേമാതിരി അവിടെ 60 സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് എത്തി കിട്ടിയാൽ നമുക്ക് ഈ ടെസ്റ്റ് സക്സസ് ആവും.
കേട്ടോ, ഇറക്കാണ്. നമ്മൾ ആദ്യം HP-ൻ്റെ അത്ര അവിടെയും കൂടെ എത്തിയിട്ടുള്ളത്. ഓക്കെ, കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ടെസ്റ്റ് വളരെ സക്സസ് ആയിട്ട് ഞാൻ പൂർത്തീകരിച്ചു. അപ്പോൾ ഫലത്തിൽ ഏറ്റവും മൈലേജ് എനിക്ക് കിട്ടിയത് നയാരയാണ്. അതിന് ശേഷം കിട്ടിയേക്കുന്ന HP ആണ്. ഏറ്റവും കുറഞ്ഞ മൈലേജ് ഉള്ളത് നമ്മുടെ ജിയോ ആണ്. അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ എനിക്ക് അതിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ പറയാൻ ആളല്ല. അത് നിങ്ങൾ തീരുമാനിക്കുക. നമ്മളാണ് പൈസ മുടക്കുക, നമ്മളാണ് പൈസ കൊടുത്ത് സാധനം വാങ്ങിക്കുന്നത്, നമ്മൾ കസ്റ്റമേഴ്സാണ്. അപ്പോൾ നമ്മൾ തീരുമാനിക്കുക ഏത് പെട്രോൾ വാങ്ങണം, ഏത് പെട്രോൾ വാങ്ങണ്ട എന്നുള്ളത്. 125.1 ആണുള്ളത്. 125.1 ആണുള്ളത്. നോക്കാം, 2 മിനിറ്റ് ഞാൻ കൂട്ടി പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് 54 കിലോമീറ്ററാണ് ജിയോ കിട്ടിയത്, 56 കിലോമീറ്ററാണ് HP കിട്ടിയത്. പക്ഷേ നയാരൊക്കെ അതിനേക്കാൾ ഒരുപാട് മുകളിലേക്ക് പോയി, 60 സംതിങ് എന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. 60ൻ്റെ മുകളിലേക്ക് പോയിട്ടുണ്ട് ഞാൻ. അപ്പോൾ ആ ഒരു കിലോമീറ്റർ എന്താ നിങ്ങൾ നോക്കുക. നിങ്ങളൊന്ന് വണ്ടി പെട്രോൾ അടിച്ചിട്ട് അടിക്കുന്നവർ, നമ്മളെല്ലാവരും പെട്രോൾ അടിക്കുന്നവർ, എൻ്റെ വീഡിയോ കണ്ടിട്ട് തന്നെ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കണ്ട. നമ്മളെല്ലാവരും പെട്രോൾ അടിക്കുന്നുണ്ട്. അപ്പോൾ ആ പെട്രോൾ നമ്മൾ തന്നെ വാങ്ങിച്ചിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കി 3 പമ്പ്. ഇനി അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് എല്ലാവരും ആവശ്യപ്പെട്ട് തന്നെ ഭാരത്, അതേമാതിരി ഇന്ത്യൻ ഓയിൽ, പിന്നെ അങ്ങനത്തെ ഒരു 2-3 പമ്പ് കൂടെ കവർ ചെയ്യാണ്ട് അത് അടുത്ത വീഡിയോയിൽ അതിൻ്റെ എത്തനോൾ ടെസ്റ്റും അതേമാതിരി അതിൻ്റെ മൈലേജ് ടെസ്റ്റും ഇതേ വണ്ടി വെച്ച് തന്നെ ചെയ്ത് കാണിച്ചു തരാം. ഏത് വണ്ടി, എന്നിട്ട് അവസാനം നമുക്ക് ഒരു കൺക്ലൂഷനിലെത്താം ഏതാണ് ഏറ്റവും കൂടുതൽ മൈലേജുള്ള പെട്രോൾ എന്നുള്ളത്. അപ്പം നിലവിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിൽ മൈലേജ് കിട്ടിയിരിക്കുന്നത് നേരെ തന്നെയാണ്. ഓക്കെ, അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.